welcome to Minu's cookie. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പുഡിംഗ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. പിസ്ത പുഡിംഗാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പുഡിംഗാണ് പിസ്ത പുഡിംഗ്. പാർട്ടി പുഡിംഗായിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ പുഡിങ്ങിലേക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ പിസ്ത എസൻസ്, പിസ്ത ഏലാഞ്ചി എസൻസ് എടുത്തിട്ടുണ്ട്, വാനില എസൻസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. ഇത് 400 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡാണ്. ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മധുരത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. 1 ലിറ്റർ പാലിന് 20 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി പാലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, 500 പാലൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 8-10 ഗ്രാം ചൈന ഗ്രാസ് മതിയാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ചൈന ഗ്രാസ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് ഞാൻ 15 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കണം. അതേ സമയത്ത് തന്നെ പാല് ചൂടാവാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കണം. പാല് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇത് അടുപ്പിൽ വയ്ക്കുന്ന സമയത്ത് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ചൈന ഗ്രാസ് ഇതിനിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ പാല് ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പാടയൊന്നും കട്ട പിടിക്കാതെ നോക്കിയിട്ട് വേണം നമുക്ക് ഇളക്കി കൊടുക്കാൻ. അധികം തിളയ്ക്കണം എന്നില്ല. നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ 200 ഗ്രാം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പാലിനും അതുപോലെ തന്നെ ചൈന ഗ്രാസിനും ചെറിയ ചൂടുണ്ടായിരിക്കണം. ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് പിസ്ത എസൻസ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് കളറിനനുസരിച്ച് പിസ്ത എസൻസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കൂടുതൽ ഒഴിക്കേണ്ടതില്ല. നമുക്ക് ചൂട് പോകുന്ന സമയത്ത് ഇതിന് നല്ല കളറ് വരും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒരു അരിപ്പയിൽ കൂടി ഒഴിച്ചു കൊടുക്കണം. ചൈന ഗ്രാസിൻ്റെ തരികളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ അരിപ്പയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ബബിൾസൊക്കെ പതുക്കെ നീക്കി കൊടുക്കണം. ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ പതുക്കെ നീക്കി കൊടുത്താൽ മതി. ഇത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഇത് കുമിളയായിട്ട് കിടക്കും. അപ്പം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണിത് ഇപ്പം തന്നെ നീക്കി കൊടുക്കാൻ പറയുന്നത്. ഇനി നമുക്കിത് കുറച്ച് സമയമൊന്ന് അരമണിക്കൂറൊന്ന് സെറ്റാവാൻ വേണ്ടി വയ്ക്കണം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സെറ്റാവാതെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടുന്നത് നട്ട്സൊക്കെ ഇതിൽ ആഴ്ന്നു പോവും. അപ്പോൾ കുറച്ചൊന്ന് സെറ്റായതിനു ശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. നമുക്ക് പുറത്ത് വെച്ചാൽ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടും. അപ്പം ഞാനിത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറീസ്, പിസ്ത, ബദാം, കാഷ്യൂ നട്ട്സ് ഇവയെല്ലാം ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. ഇനി ഇവയൊന്നും ഇല്ലെങ്കിൽ ചെറീസ് മാത്രം കൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ചെറീസ് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും
നല്ല ഭംഗിയായിരിക്കും ഇതിൽ. ഇനി നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.